ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന പോലെ വീട്ടിലിടയ്ക്കിടെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ട് വെറൈറ്റീസ് ഒന്നും കഴിക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. എന്നും ഒരേ രീതിയിൽ കഴിച്ച് മടുത്തെങ്കിൽ ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മല്ലിയില, പുതിനയില, കറിവേപ്പില, എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എന്നിവ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള മുളകായതുകൊണ്ട് 4 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള പീസ് ഇഞ്ചി 4 കഷ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഗരം മസാലയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിലൊക്കെ ഈ ഒരു സ്പൈസസ് ഒക്കെ വാങ്ങി പൊടിച്ചെടുക്കുന്ന പോലെ നല്ലൊരു ഓർഗാനിക് ആയിട്ടുള്ള മസാലയാണ്. അപ്പോൾ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും ഞാൻ ആ ഒരു ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കോൺഫ്ലവർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അതൊരു 2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടണം. ഇനി ഒരു മുട്ടയുടെ പകുതി എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് നാരങ്ങനീര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഈ ഒരു മസാല ചേർത്ത് കൊടുത്തിട്ട് ഈ ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ചിക്കൻ്റെ എല്ലാ വശത്തും മസാല ആവുന്ന രീതിയിൽ ആക്കി കൊടുത്തിട്ട് 1 മണിക്കൂർ ഒന്ന് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 1 മണിക്കൂറിന് ശേഷം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ചിക്കനൊക്കെ ഇതുപോലെ വെളിച്ചെണ്ണയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 വശം ഒന്ന് മൊരിപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വശം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ വശം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ ചിക്കൻ ഫ്രൈ ആണിത്. നിങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. എന്നും മുളക് പൊടിയൊക്കെ ചേർത്തിട്ടല്ലേ നമ്മൾ സ്ഥിരമായിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാറുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. മല്ലിയിലയും പുതിനയിലയും പച്ചമുളകൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. നമുക്ക് സ്പെഷ്യൽ ദിവസങ്ങളിലൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ള സ്പൈസസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ തരാം കേട്ടോ. വീട്ടിൽ നല്ല ശുദ്ധമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തവർക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവയെല്ലാം അവർ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നല്ല വീട്ടിലുണ്ടാക്കി പൊടിച്ചെടുത്തിട്ടുള്ള നല്ല ശുദ്ധമായിട്ടുള്ള പൊടികൾ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്